കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് ഏറെ ചർച്ചകളും വിവാദങ്ങളും സൃഷ്ടിച്ച ഒരു വിഷയമാണ് ബാലാവകാശ കമ്മീഷന്റെ പുതിയൊരു റിപ്പോർട്ട്. മദ്രസകൾ അടച്ചുപൂട്ടണം, മദ്രസ അധ്യാപകർക്ക് മദ്രസകൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കണം, മദ്രസ ബോർഡുകൾ സീൽ ചെയ്യണം എന്നുള്ളൊരു വലിയ പ്രസ്താവന. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും വിവാദങ്ങളും ആളിക്കത്തുകയാണ്, അരങ്ങ് തകർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ മദ്രസയുമായി ബന്ധപ്പെട്ട് ഒരു ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ കുറഞ്ഞ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് സുസ്ഥിരമായ സേവനം നടത്തി വരുന്ന ഒരു സംവിധാനമാണ് മദ്രസ എന്നുള്ളത്. സംസ്കാര സമ്പന്നരായ തലമുറകളെ നാടിന് നൽകുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളാണ്, സ്രോതസ്സുകളാണ് നമ്മുടെ മദ്രസകൾ. മദ്രസകൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലും മദ്രസകൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അറബിക് പദമാണ് മദ്രസ. മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരിക്കുന്ന അർത്ഥം മാത്രമല്ല ആ പദത്തിലുള്ളത്. അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്താൽ സ്കൂൾ എന്ന് നമുക്ക് അതിനർത്ഥം പറയാൻ കഴിയും. ഇനി അത് മലയാളീകരിച്ച് പറഞ്ഞാൽ പാഠശാല എന്ന് നമുക്ക് പറയാം. പക്ഷെ അതിന് യാതൊരു വിവർത്തനവും ഇല്ലാതെ നമ്മളെല്ലാവരും സർവ്വസാധാരണ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ ആളുകൾ ഉപയോഗിച്ചു വരുന്ന പദമായിട്ട് മദ്രസ എന്ന പദം മാറിയിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളിൽ എല്ലാ വിദ്യാലയങ്ങൾക്കും മദ്രസ എന്നാണ് പേര് പറയപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് നന്നായിട്ട് അറിയാം. അവിടെ സ്കൂളുകൾക്ക് പറയപ്പെടുന്ന പേരാണ് മദ്രസ. എന്നാൽ അറബേതര രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ അവരുടെ മതപരമായ വിദ്യാഭ്യാസത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട കേന്ദ്രങ്ങൾക്ക് പറയപ്പെടുന്ന പേരാണ് മദ്രസ. കേരളത്തിലും മുസ്ലിങ്ങളുടെ മത പഠന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് മദ്രസ എന്ന് ഉപയോഗിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നമ്മുടെ മദ്രസകൾ, നമ്മുടെ പള്ളികളെ കീഴിൽ പ്രവർത്തിക്കുന്ന മത പാഠശാലകൾക്ക് മാത്രം പറയുന്ന പേരാണ് മദ്രസ. പ്രിയപ്പെട്ടവരെ, ഗവൺമെന്റിനെ ഒരു നിലയ്ക്കും ആശ്രയിക്കാതെ, ഇതിനായി പറയുന്നത് നമ്മുടെ വിവാദങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓരോ വരികളും ശ്രദ്ധിക്കണം. ഗവൺമെന്റിനെ ഒരു നിലയ്ക്കും ആശ്രയിക്കാതെ പൂർണ്ണമായും നാട്ടുകാരുടെ സഹായ സഹകരണത്താലാണ് നമ്മുടെ കേരളത്തിലെ മദ്രസകൾ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്രസകൾ ഉള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ 10,000-ലേറെ മദ്രസകളിൽ പഠനം നടത്തുന്നു എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ നമുക്ക് നൽകുന്നത്. ആർക്കും എപ്പോഴും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാൻ നമ്മുടെ മദ്രസകൾ സുതാര്യമാണ്. നമ്മുടെ മദ്രസകൾ വളരെ പരസ്യമാണ്. ഇത് പറയുമ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിൽ
നമ്മുടെ മദ്രസകളിലൊക്കെ പഠനം നടന്നിരുന്നു. അതൊക്കെ ഈ ഓൺലൈനായിട്ട് അല്ലേ, എല്ലാ വീടുകളിലും ഒന്ന് മൊബൈൽ ഉണ്ടായിരുന്നു. സ്കൂളിലെ പഠിത്തമായാലും ശരി, മദ്രസയിലെ പഠിത്തമായാലും ശരി, ഓൺലൈൻ പഠിത്തമായിരുന്നു. ഓൺലൈനായിട്ട് 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള മദ്രസ കിതാബുകൾ, 7ാം ക്ലാസ് വരെയുള്ള മദ്രസ കിതാബ്, അത് നമ്മളിവിടെ 7ാം ക്ലാസ് 5ാം ക്ലാസ് ആകുമ്പോഴേ കുട്ടികൾ പഠനം നിർത്തി 7 ആകുമ്പോൾ പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഈ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. അത് വടക്കൻ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ +2 വരെ മദ്രസ വിദ്യാഭ്യാസം നേടുന്നവരാണ് അവിടുത്തെ കുട്ടികൾ. +2 വരെ ഉണ്ട്. നമ്മുടെ ദക്ഷിണയുടെ സിലബസ് അങ്ങനെ തന്നെയാണ്, +2 വരെ ഉണ്ട്. ഈ 1ാം ക്ലാസ് മുതൽ UKG മുതൽ +2 വരെയുള്ള കിതാബുകൾ ഓൺലൈനായിട്ടാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ അതിന്റെ പഠനങ്ങൾ നടത്തപ്പെട്ടിരിക്കുന്നത്. ആർക്കും അത് കേൾക്കാം. ഇതിപ്പോൾ മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെ, മദ്രസയ്ക്കെതിരെ വാളോങ്ങിയിരിക്കുന്ന ഇവിടുത്തെ സംഘിമിത്രങ്ങൾക്ക് പോലും അത് ശ്രമിക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് ആ ക്ലാസ്സുകളൊന്നും യൂട്യൂബിൽ നിന്നും ഡിലീറ്റ് ആക്കപ്പെട്ടിട്ടില്ല. എന്നും ഓരോ മദ്രസകളും ഓരോ ബോർഡുകളും, അത് സമസ്തയാകട്ടെ, ഇരു സമസ്തകളാകട്ടെ, ദക്ഷിണയാകട്ടെ, മുജാഹിദാകട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ, അവരുടെ മദ്രസകളിലുള്ള പഠനങ്ങൾ നടത്തിയ ആ ഭാഗങ്ങൾ ഇന്നും യൂട്യൂബിൽ എല്ലാവർക്കും ലഭ്യമാണ്. അത് പരിശോധിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത്, മദ്രസ അധ്യാപനവും മദ്രസയുടെ സിലബസും അതിന്റെ അധ്യാപന രീതികളും ഒക്കെ സുതാര്യമാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും അത് പരിശോധിക്കാം. മദ്രസകൾ പഠിപ്പിക്കുന്നത്, ഇനി മദ്രസയിൽ പഠിപ്പിക്കുന്നത് പ്രാഥമികമായി മദ്രസയിലേക്ക് കടന്നു വരുന്ന ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് എന്താണ്? അറബി അക്ഷരങ്ങളാണ്. അറബി വായിക്കാൻ പഠിപ്പിക്കും, അറബി എഴുതാൻ പഠിപ്പിക്കും. തുടർന്ന് ആ കുട്ടി 2ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അവനെ പഠിപ്പിക്കുന്നത് മതവിശ്വാസം, കർമ്മശാസ്ത്രം, എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ വുളൂ ചെയ്യണം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാഠങ്ങളാണ്. ഖുർആൻ, സ്വഭാവ സംസ്കരണം, ഇവയൊക്കെയാണ് പ്രധാന പാഠ്യ വിഷയങ്ങൾ നമ്മുടെ മദ്രസയുടെ. സത്യം, നീതി, പരസ്പര ബഹുമാനം, ജീവകാരുണ്യം, മാനവികത, ശാന്തി, മാതാപിതാക്കളെയും അയൽവാസികളെയും ബന്ധുമിത്രാദികളെയും സഹോദര സമുദായങ്ങളെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നിവയ്ക്കു പ്രചോദനം നൽകുന്നതാണ് നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങൾ എന്ന് നാം അടിവരയിട്ട് മനസ്സിലാക്കണം. മദ്യത്തിനും ആക്രമത്തിനും ഉത്തരീന ലൈംഗികതയ്ക്കും അശ്ലീല ആഭാസങ്ങൾക്കും ഇരയാകാത്ത പരലോക ചിന്തയും ദൈവവിശ്വാസവുമുള്ള കുടുംബത്തിനും നാടിനും രാജ്യത്തിനും മാതൃകയും ഉയർത്തുന്നതുമായ ഒരു സംസ്കാര സമ്പന്നരായ തലമുറയെ വാർത്തെടുക്കുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ ആത്മീയ കലാലയങ്ങൾ, മദ്രസകൾ എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക. ബ്രിട്ടീഷ് പൂർവ്വ ഇന്ത്യ, ഈ ഇന്ത്യയിൽ അന്നും മദ്രസകൾ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ആ മദ്രസയുടെ ശൈലികൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് ബ്രിട്ടീഷ് പൂർവ്വ ഇന്ത്യയിൽ ധാരാളം മതസ്ഥാപനങ്ങൾ, മദ്രസകൾ പ്രവർത്തിച്ചു. അന്നത്തെ മദ്രസകളിൽ പ്രത്യേകത, എല്ലാ മദ്രസകളിലും എല്ലാ വിദ്യാഭ്യാസവും പഠിപ്പിക്കപ്പെട്ടിരുന്നു. എല്ലാ വിദ്യാഭ്യാസവും പഠിപ്പിക്കപ്പെട്ടിരുന്നു. അന്ന് ഗണിതശാസ്ത്രം, ഭൂമിശാസ്ത്രം, വാനശാസ്ത്രം, വൈദ്യശാസ്ത്രം തുടങ്ങി ശാസ്ത്ര വിഷയങ്ങളുടെ വിവിധങ്ങളായ മേഖലകളെ വസ്തുനിഷ്ഠമായി സത്യസന്ധമായി നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ധാരാളം ശാസ്ത്രജ്ഞന്മാരെ, പണ്ഡിതന്മാരെ, എഴുത്തുകാരെ, ചിന്തകന്മാരെ, കലാകാരന്മാരെ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ മദ്രസകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്ന വസ്തുതയും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മറന്നു പോകരുത്. ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിനെ
ഈ മഹത്തായ രാജ്യത്തിന് സമ്മാനിച്ചത് മദ്രസയാണ്. രാജാ മോഹൻ റോയ് മദ്രസ സംവിധാനത്തിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മിസൈൽമാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം ഈ മദ്രസയുടെ നമ്മൾ വിഭാവനം ചെയ്യുന്ന മദ്രസയുടെ സന്തതിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മദ്രസ അധ്യാപകനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ തുടങ്ങി ധാരാളം ചിന്തകന്മാരെ, എഴുത്തുകാരെ, രാജ്യസ്നേഹികളെ, കലാകാരന്മാരെ സമ്മാനിക്കാൻ നമ്മുടെ മദ്രസകൾക്ക് കഴിഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ മദ്രസയാണ് ദാറുൽ ഉലൂം ദെയ്യൂബത്ത് എന്നറിയപ്പെടുന്ന ഒരു മദ്രസ. വലിയ മദ്രസയാണ്, വലിയ ലൈബ്രറിയും ഒരുപാട് കിതാബുകളും ഒരേ സമയം 5000-ലേറെ വിദ്യാർത്ഥികൾ. അത് സാധാരണ പഠനമല്ല അവിടെ നടത്തുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നും അതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും 8-9 വർഷം ദറസി പഠനം, അറബി കോളേജുകളിൽ പഠനം പൂർത്തിയാക്കി ബിരുദാനന്ത ബിരുദം നേടാൻ പോകുന്ന ഒരു വടക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ദീനി കലാലയമാണ് ദാറുൽ ഉലൂം ദെയ്യൂബത്ത്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി ജീവനും രക്തവും സമയവും സമ്പത്തും ഒക്കെ സമർപ്പിച്ച വലിയ ഒരു വിഭാഗം ആളുകൾ ദെയ്യൂബത്തി പണ്ഡിതന്മാരായിരുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ ദാറുൽ ഉലൂം ദെയ്യൂബത്ത് സ്ഥാപിതമാകുന്നത് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ രാജ്യസ്നേഹികളായ ധീരന്മാരായ പണ്ഡിതന്മാരെ രാജ്യത്തിന് സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇങ്ങനെ മതവും വിശ്വാസവും കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പഠിപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ മദ്രസകൾ മാറിയത് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തേക്ക് വന്നതോടുകൂടിയാണ്. അതിനുശേഷമാണ് നമ്മുടെ മദ്രസയിൽ ശാസ്ത്ര പാഠങ്ങൾ പഠിപ്പിക്കപ്പെടാതായത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിപ്പിക്കപ്പെടാതായത് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ തുടർന്നാണ്. ഒരിക്കൽ മുസ്ലിങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് എതിരല്ല. കാരണം അന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന് നമ്മുടെ രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയ വെള്ളപ്പട്ടാളക്കാരുടെ ഭാഷ ഇംഗ്ലീഷ് ആയിരുന്നു. ആ അധിനിവേശ ശക്തികളോടുള്ള വെറുപ്പിന്റെ പേരിൽ അന്ന് നമ്മുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഈ വെള്ള പരീക്ഷകൾ സംസാരിക്കുന്ന ഭാഷ പോലും നമ്മൾ പഠിക്കണ്ട. ഇംഗ്ലീഷ് ഭാഷയോടുള്ള വെറുപ്പല്ല, വെള്ളക്കാരോടുള്ള വെറുപ്പ് കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷ ഇനി പഠിക്കേണ്ട. അല്ലാതെ ഇംഗ്ലീഷ് ഭാഷയോട് മുസ്ലിങ്ങൾ എതിരല്ല. അതൊരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയോട് എതിരാണ്, അത് നരകത്തിന്റെ ഭാഷയാണെന്നുള്ള പ്രചരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് മറ്റൊരു വിഷയം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ രണ്ട് വിദ്യാഭ്യാസവും ഇത് വെവ്വേറെ തിരിക്കപ്പെട്ടത് ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് വന്നതോടു കൂടിയാണ്. അതിനു മുമ്പ് നമ്മുടെ മദ്രസകളിൽ എല്ലാ വിദ്യാഭ്യാസവും കൊടുത്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ സയൻസും സാമൂഹ്യപാഠവും മലയാളവും ഇംഗ്ലീഷും ഹിന്ദി എല്ലാ ഭാഷകളും എല്ലാ സബ്ജക്റ്റുകളും നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു. ഇന്ന് ആ ഒരു നില തുടരുന്ന ചില മദ്രസകൾ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. നമ്മുടെ കേരളത്തിലല്ല, കേരളം ഒഴികെയുള്ള ധാരാളം സംസ്ഥാനങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന ധാരാളം മദ്രസകൾ നമുക്ക് കാണാം. ഇവിടെയാണ് നമ്മുടെ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമല്ലോ. അപ്പം ബ്രിട്ടീഷ് പൂർവ്വ ഇന്ത്യയിൽ ആ മദ്രസകൾ എന്താണോ പഠിപ്പിക്കപ്പെട്ടിരുന്ന അതേ സിലബസുകൾ വ്യത്യാസം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ചില മദ്രസകൾ ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനം ഒഴികെ മറ്റ് ധാരാളം സംസ്ഥാനങ്ങളിൽ കാണാൻ കഴിയും. ഉത്തരാഖണ്ഡിൽ മദ്രസകളിൽ 10% ഹിന്ദു കുട്ടികളാണ് പഠിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ 19% ഹിന്ദു കുട്ടികളാണ് ഇന്നും പഠിക്കുന്നത്. 2019 വെസ്റ്റ് ബംഗാളിൽ
മദ്രസ തല വാർഷിക പരീക്ഷയിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് 3 ഹിന്ദു കുട്ടികളായിരുന്നു. ഇവിടെ മദ്രസ തലത്തിൽ നടന്ന വാർഷിക പരീക്ഷയിൽ. പ്രിയപ്പെട്ടവരെ, ഈ ഹിന്ദു കുട്ടികൾ അവിടെ പഠിക്കുന്നത് ഈമാൻ കാര്യങ്ങളല്ല, അവിടെ പഠിക്കുന്നത് ഇസ്ലാം കാര്യങ്ങളല്ല, പ്രവാചക ചര്യകളല്ല. ഈ മദ്രസകൾ പഠിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസമാണ്. ഈ മദ്രസകൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ? വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുകൾ സ്ഥാപിക്കപ്പെടാത്ത സർക്കാരിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുകൾ ആവശ്യാനുസൃതം സ്ഥാപിക്കാൻ കഴിയാതെ പോയ നമ്മുടെ ഭരണകൂടം, നമ്മുടെ സർക്കാർ സ്കൂളുകളില്ല പലയിടത്തും വടക്കേ ഇന്ത്യയിലേക്ക് നമ്മുടെ കേരള സംസ്ഥാനം വിട്ടുകഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസം കിട്ടാനുള്ള പഠിക്കാനുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെ വന്നപ്പോൾ അവർ മദ്രസകളെ സ്കൂളുകളാക്കി മദ്രസകളിൽ അവർ സ്കൂൾ വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ്, ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മുടെ പുതിയ ബാലാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ചില സ്കൂളുകൾ, അവിടെ ആ സ്കൂളുകൾക്ക് ഗവൺമെന്റ് അല്പം ചില ആനുകൂല്യങ്ങളും മറ്റ് സഹായങ്ങളും, അധ്യാപകർക്ക് 5000, 6000, 7000 രൂപ ശമ്പളം ഈ മദ്രസകൾക്ക് കൊടുക്കുന്നുണ്ട്. ഏത് മദ്രസകൾക്ക്? മദ്രസകൾ കേന്ദ്രീകരിച്ച് മതപാഠശാലകൾ നടക്കുന്ന, സ്കൂൾ വിദ്യാഭ്യാസം നടക്കുന്ന മദ്രസകൾ. അവിടെ എല്ലാവരും ഉണ്ട്, ഹൈന്ദവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്. പഠിതാക്കളായിട്ട് പഠിപ്പിക്കാൻ അവിടുത്തെ അധ്യാപകർ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുമുണ്ട്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാകുമല്ലോ, അവിടെ പഠിപ്പിക്കപ്പെടുന്നത് മതം പഠിപ്പിക്കലല്ല. ഈ മതം പഠിപ്പിക്കുന്നതിനല്ല ഗവൺമെന്റ് സഹായങ്ങൾ കൊടുക്കുന്നത്, മറിച്ച് സ്കൂൾ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഗവൺമെന്റ് ചില ശമ്പളം, ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ തുച്ഛമായ വേതനം കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സ്കൂളുകൾക്ക് ചില സഹായങ്ങളും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. മതം പഠിപ്പിക്കുന്നവർക്കല്ല. അവിടെ നമ്മളൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയുള്ള സ്കൂളുകൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനൂർഗോയുടെ വിവാദ പ്രസ്താവന ഇത്തരത്തിലുള്ള മദ്രസകളെ തുടർന്നാണ്. പെട്ടെന്ന് നമ്മൾ ഈ വിവാദം കേട്ടപ്പോൾ നമ്മൾ ഓർത്തു, മദ്രസകൾക്ക് ഗവൺമെന്റ് സഹായം കൊടുക്കുന്നുണ്ടോ? മദ്രസകളിൽ ഹിന്ദു കുട്ടികൾ പഠിക്കുന്നുണ്ടോ? മദ്രസയിൽ ഹിന്ദു അധ്യാപകരും പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവമേ ഇല്ല. കേരളത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മതപാഠശാലകൾ, അത് ഓരോ പള്ളിയുടെ കീഴിലാണ് ഓരോ മദ്രസകൾ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ചുങ്കപ്പാറ നമ്മുടെ ജമാഅത്തിന്റെ കീഴിലാണ് അവിടെ അത് പ്രവർത്തിക്കുന്നത്. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഈ പള്ളിയിലെ ഉസ്താദന്മാരാണ്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, നിങ്ങൾ കൊടുക്കുന്ന മാസവരിയും സംഭാവനകളും ഇവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും ആദായം ഉണ്ടെങ്കിൽ അതുമാണ് അവർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നത്. ഒരു ഗവൺമെന്റും കേരളത്തിലുള്ള ഒരു മദ്രസ അധ്യാപകന് ശമ്പളം കൊടുക്കുന്നില്ല. ഒരു ഗവൺമെന്റും കേരളത്തിലുള്ള ഒരു മദ്രസകൾക്കും 10 പൈസയുടെ സഹായം ചെയ്യുന്നില്ല എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. വടക്കേ ഇന്ത്യയിലും ഉത്തർപ്രദേശിലും ഒക്കെ ഗവൺമെന്റ് സഹായം കൊടുക്കുന്നുണ്ട്, അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മതം പഠിപ്പിക്കുന്നതിന് കൊടുക്കുന്ന ശമ്പളമല്ല, സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ ശമ്പളമാണ്. ഈ സ്കൂൾ വിദ്യാഭ്യാസം നടക്കാൻ ആവശ്യമായ സ്കൂളുകൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് മദ്രസകൾ സ്കൂളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഒരു പ്രസ്താവന ഉണ്ടായപ്പോൾ ഇത് ചാനൽ ചർച്ചകളൊക്കെ ഏറ്റെടുത്തു. എന്ത് ചർച്ച ചെയ്തു? മദ്രസയുമായി ബന്ധപ്പെട്ട വിവാദ ചർച്ചകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘികൾ, അതുപോലെ യുക്തിവാദികൾ, അബ്ദുള്ള കുട്ടിയെ പോലുള്ള മുനാഫിക്കായവന്മാരുടെ ചർച്ച മദ്രസ നിരോധിക്കണം, മദ്രസ ബോർഡുകൾ അടച്ചു പൂട്ടണം,
മദ്രസയിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത്, മതവിദ്വേഷമാണ് അവിടെ പഠിപ്പിക്കുന്നത്. ബീഹാറിലെ ചില മദ്രസകളിൽ പാകിസ്ഥാൻ സിലബസ് ആണ് പഠിപ്പിക്കുന്നത്. പാകിസ്ഥാൻ സിലബസ് ആണ് ബീഹാറിലെ മദ്രസകൾക്ക് നമ്മൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയ മദ്രസകൾക്ക് പ്രത്യേകിച്ച് ഒരു സിലബസ് വരില്ല. എല്ലാ മദ്രസകളിലും ലോകത്ത് നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും സൗദി അമേരിക്കയിലുള്ള മദ്രസകളിലും എല്ലാം പഠിപ്പിക്കുന്നത് ഒരേ വിഷയങ്ങളാണ്. അതേ രാജ്യങ്ങളും സംസ്ഥാനങ്ങളും മാറി വരുമ്പോൾ ആ പാഠ്യ പദ്ധതി പുസ്തകങ്ങളുടെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോ മക്ക, മദീന, നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളിൽ അവിടെ മദ്രസ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ഭാഷ, അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എല്ലാ വിഷയങ്ങളും അറബി ഭാഷയാണ്. കാരണം അവരുടെ മാതൃഭാഷ അറബിയാണ്. ഇപ്പൊ തമിഴ്നാട്ടിലൂടെ തമിഴാണ്, കേരളത്തിലോട്ട് മലയാളമായിരിക്കും. പക്ഷെ സിലബസ് ഒന്നാണ്. എന്താണ് സിലബസ്? വിശുദ്ധ ഖുർആൻ, പ്രവാചക തിരുമേനിയുടെ ഹദീസ്. അല്ലാതെ ഒരു പാകിസ്ഥാനിക്ക് മദ്രസയ്ക്ക് ഒരു സിലബസ്, ഇന്ത്യക്ക് മറ്റൊരു സിലബസ് ഇതില്ല. എല്ലാ മദ്രസയിലും പഠിപ്പിക്കുന്ന അല്ലാഹു ഏകനാണ്, കുടുംബബന്ധങ്ങളെ കുറിച്ചാണ്, അയൽപക്ക ബന്ധങ്ങളെ കുറിച്ചാണ്, മതസൗഹാർദ്ദമാണ്, സാഹോദര്യമാണ്. എല്ലാ മദ്രസയിലും പഠിപ്പിക്കുന്നത്. ഒരു മദ്രസയിൽ തീവ്രവാദം പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന കായിക വായിക്കുമ്പോൾ നമ്മൾ പഠിച്ച സിലബസ് പുസ്തകങ്ങളൊക്കെ പരിഷ്കരിച്ച് ചില പരിഷ്കരണങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടി അന്യമതസ്ഥനെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ മറ്റിതര സമുദായത്തിൽപ്പെട്ടവരോട് വിദ്വേഷം കാണിക്കണമെന്നോ എന്തെങ്കിലും പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ 3ാം ക്ലാസ്സിലെ അഖിലാഖ് നല്ല കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന കിതാബാണ്. അതിലൊക്കെ എത്ര സുന്ദരമായ പാഠങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഈ പള്ളിയിൽ നിന്നുകൊണ്ട് അതൊന്നും വായിച്ചു പറയേണ്ട ആവശ്യമില്ല. അതിൽ നമുക്ക് സമയമില്ല. പക്ഷെ അതൊരു പൊതുവേദിയാണെങ്കിൽ ഈ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് പുസ്തകം വെച്ചുകൊണ്ട് വായിച്ചു പറയാൻ നമുക്ക് ധൈര്യമുണ്ട്. കാരണം മതവിദ്വേഷമുണ്ടാക്കുന്ന, തീവ്രവാദം പഠിപ്പിക്കുന്ന ഒന്നല്ല നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം. എല്ലാവരും സ്നേഹത്തോടെ പെരുമാറണം, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഒരുപാട് ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളൊന്നും നിങ്ങൾ ചീത്ത പറയരുത്, മറ്റുള്ളവരുടെ ആരാധനകൾ തകർക്കരുത്. എന്തെല്ലാം നമ്മുടെ മദ്രസ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പോ ഈ ശാഖയിൽ പഠിക്കുന്ന കുട്ടികൾ അവർ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ അതിന്റെ ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടു കാണും. പക്ഷെ നമ്മുടെ ആരെങ്കിലും മക്കൾ മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊച്ചു വെളുപ്പം കാലത്ത് 6 മണിക്ക് നമ്മുടെ മദ്രസയിലേക്ക് വരുമ്പോൾ ഒരു ബ്ലേഡിന്റെ കഷ്ണത്തിൽ കൊണ്ടുവരാറുണ്ടോ? പെൻസിൽ വെട്ടാൻ ഒരു ബ്ലേഡിന്റെ കഷ്ണം, പോട്ടെ ഒരു കോമ്പസ് എങ്കിലും കൊണ്ടുവരാറുണ്ടോ? എന്നാൽ മദ്രസ അടച്ചുപൂട്ടണം, മദ്രസയ്ക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കണം എന്ന് പ്രഖ്യാപിക്കുന്നവർ അവരുടെ മക്കൾ അവരുടെ മത പഠനശാലകളിലേക്ക് പോകുന്നത് പാടും കുറുവടിയും കത്തിയും കൊണ്ടാണ്. കൊച്ചുകുട്ടികൾ പേനയെടുക്കുന്നതിന് മുമ്പ്, പെൻസിലെടുത്ത് ആ എന്ന അക്ഷരം കുറിക്കുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ കൊടുക്കുന്നത് വാളാണ്, പരിചയാണ്. നമ്മുടെ കുട്ടികളെ കുറിച്ചാണ് ഈ തോന്നിവാസം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ നമ്മളെ സങ്കടപ്പെടുത്തിയ വിഷയം എന്ന് പറയുന്നത് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് സംഘികൾ എന്തായാലും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. പക്ഷെ ചില മുസ്ലിം നാമധാരികളുണ്ട്. അബ്ദുള്ള കുട്ടിയെ പോലുള്ള ചില കുട്ടികൾ. അബ്ദുള്ള കുട്ടി ഒരിക്കലും മുസ്ലിമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവൻ കടുത്ത മുനാഫിക്കാണ്, കടുത്ത മുനാഫിക്ക്. അബ്ദുള്ള കുട്ടിക്ക് ഒരു നേതാവുണ്ടായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ അബ്ദുള്ള കുട്ടിക്ക് ഒരു നേതാവുണ്ടായിരുന്നു. ആ നേതാവിന്റെ പേര് അബ്ദുല്ലാഹിബ്നു സലൂൽ. ഇത് അബ്ദുള്ള കുട്ടിയാണെങ്കിൽ അക്കാലഘട്ടത്തിലെ മുനാഫിഖീങ്ങളുടെ നേതാവ് അബ്ദുല്ലാഹിബ്നു സലൂൽ എന്നായിരുന്നു. അബ്ദുള്ള കുട്ടി പറയുന്നത് എന്താ മുനാഫിഖ് എന്ന് ഞാൻ പറയാൻ കാരണം,
ഇപ്പൊ നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് അഭിമുഖീകരിക്കുകയാണ്. പൗരത്വ ബില്ല്, ഏക സിവിൽ കോഡ്, വഖഫ്, ഇപ്പൊ അത് മാറി ഇപ്പൊ മദ്രസ, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരുടെയൊക്കെ മുമ്പിൽ കുറെ മൈക്കും പൊക്കി പിടിച്ചുകൊണ്ട് കുറെ ചാനലുകാരുണ്ട്. ആ ചാനലുകാരുടെ മുമ്പിൽ ഇവർ അഭിമുഖ സംഭാഷണം പറയുന്നതാണ്. ഇതെല്ലാം മുസ്ലിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതെല്ലാം മുസ്ലിമീങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇപ്പൊ മദ്രസ അടച്ചു കൊണ്ടുവന്ന് പറയുന്നതും അവന്റെ അഭിപ്രായം ഇത് മുസ്ലിമീങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്റെ വർത്തമാനങ്ങളെ മുസ്ലിമീങ്ങളെ സുഖിപ്പിക്കുന്ന വർത്താനം ഇത് പറയുന്നവർക്കാണ് മുനാഫിഖ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ മുനാഫിഖിനെ കുറിച്ച് പറയുന്നുണ്ട്. ആമിനു കമാ ആമനന്നാസ്. മുനാഫിഖീങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകൂ, യഥാർത്ഥ മുസ്ലിമീങ്ങളാകൂ എന്ന് പറയപ്പെട്ടാൽ ഖാലു, ആ മുനാഫിഖീങ്ങളായ ആളുകൾ പറയും ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ മുസ്ലിമീങ്ങളാണല്ലോ, ഞങ്ങൾ മുഅ്മിനീങ്ങളാണല്ലോ. വഇദാ ഖലൗ ഇലാ ശയാതീനിഹിം, അവരുടെ സംഘികളുടെ കോട്ടയിലേക്ക് അവർ ചെന്നാൽ, അവരുടെ പ്രത്യേകമായ കമ്മിറ്റികളും മീറ്റിങ്ങുകളും നടക്കുന്ന ഇടങ്ങളിലേക്ക് അവർ ചെന്നാൽ, ഇദാ ഖലൗ ഇലാ ശയാതീനിഹിം ഖാലു ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. അവർ പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ മുസ്ലിങ്ങളെ പരിഹസിക്കുന്ന യഥാർത്ഥത്തിൽ ശരിയല്ല, ഇത് മുസ്ലിങ്ങളെ പരിഹസിക്കല്ലേ ഇവരൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബ്ദുള്ള കുട്ടിയെ പോലുള്ള മുസ്ലിം നാമധാരികൾ ഇതൊക്കെ പറഞ്ഞു മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള നിയമങ്ങൾ മുസ്ലിങ്ങൾക്ക് നന്മയാണെന്ന് പറയുമ്പോൾ അല്പമെങ്കിലും ഈമാനുള്ളവരുടെ ഹൃദയമൊന്നും തോന്നും. അന്ന് അബ്ദുള്ള ഇബ്നു സലൂൽ ശത്രുക്കൾക്കെതിരെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് കുതന്ത്രം പ്രയോഗിച്ചപ്പോൾ അബ്ദുള്ള ഇബ്നു സലൂലിന്റെ ചില പ്രവർത്തനങ്ങൾ കണ്ട്, ചില വർത്തമാനങ്ങൾ കണ്ട് അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമുണ്ടായി. വിശുദ്ധ ഖുർആൻ അവതരിച്ചു. യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹർ റസൂൽ ലാ യഹ്സുങ്കല്ലദീന യുസാരിഊന ഫിൽ കുഫർ മിനല്ലദീന ഖാലൂ ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണം. യാ അയ്യുഹർ റസൂൽ, റസൂലിനോട്, പ്രവാചകനോട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇന്നിരിക്കുന്ന എന്നോട്, നിങ്ങൾ ഓരോരുത്തരോട് ഖുർആൻ പറയുകയാണ്. ലാ യഹ്സുക, നിന്നെ ദുഃഖിപ്പിക്കരുത്. അല്ലദീന യുസാരിഊന ഫിൽ കുഫർ, സത്യനിഷേധത്തിലേക്ക് കുതിച്ചെത്തുന്നവർ, സത്യനിഷേധത്തിലേക്ക് കുതിച്ചെത്തുന്നവർ, ഇസ്ലാമിന്റെ ബന്ധവൈരികളുമായി ചങ്ങാത്തം കൂടുന്നവർ, ഈ സംഘികളുമായി ചങ്ങാത്തം കൂടി മുസ്ലിമീങ്ങളെ ആക്ഷേപിക്കുന്നവർ, ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകല്ലേ? അവർ പറയും ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, ഹജ്ജിന്റെ ചെയർമാനാണ്, ഇന്ന പള്ളിയിൽ ഞങ്ങൾ നിവാസിക്കാൻ പോയി, ഇതൊക്കെ അവർ പറയും. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ആണുവാണത് ഈമാനില്ല. ആണ്ടുവാണത് ഈമാനില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. കടുത്തവനാണ് ഇത്തരത്തിലുള്ള ആളുകൾ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഈ മദ്രസ വിദ്യാഭ്യാസവുമായി, ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഏറെ നമ്മളെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നത് പിന്നെ ഒരു വിഭാഗമാണ് യുക്തിവാദികൾ. ഈ യുക്തിവാദികളൊക്കെ ഇസ്ലാമിക അറബി കോളേജുകളിൽ നിന്നും അവിടുത്തെ ചോറും അവിടുത്തെ സംരക്ഷണത്തിൽ വളർന്നവന്മാരാണ്. ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രായമുള്ളവരോട് പറയുന്നതിലുപരി എന്റെ യുവാക്കൾ, എന്റെ വളർന്നു വരുന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ യുക്തിവാദികളായ ആരിഫ് ഹുസൈനെ പോലുള്ള യുക്തിവാദികളുടെ ചർച്ചകളൊന്നും എന്റെ പൊന്നുമക്കളെ നിങ്ങൾ കേൾക്കരുത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചർച്ചകളാണ്. ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ ആരറിയോ? AP ഉസ്താദ് നടത്തുന്ന ഒരു ഭൗതിക കലാലയത്തിലെ പ്രിൻസിപ്പളായിരുന്നു ഈ യുക്തിവാദിയായ ആരിഫ് ഹുസൈന്റെ പിതാവ്. അതുപോലെ അവന്റെ മാതാവും ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. ഇവൻ പഠിച്ചു ഇസ്ലാമിക പഠനങ്ങൾ നടത്തുന്നത് മുഴുവൻ AP ഉസ്താദ്
ഉസ്താദിന്റെ ദറസിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ കൂടെയാണ് ഇത് പഠിച്ചത്. അങ്ങനെ ഇവർ ആദ്യം പഠിച്ച് ഇവൻ ഹോമിയോ ഡോക്ടറായി, ഹോമിയോയ്ക്കെതിരെ ഇവർ സംസാരിച്ച് അങ്ങനെയാണ് ഇവർ യുക്തിവാദത്തിലേക്ക് വരുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും നിങ്ങൾ കേൾക്കരുത് പ്രിയപ്പെട്ടവരെ. ഒറ്റ കാര്യം മനസ്സിലാക്കുക, മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങൾ, അതിന്റെ നേട്ടങ്ങൾ. നമുക്കറിയാം, ലോകത്ത് നമ്മുടെ കേരളത്തിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും നിങ്ങളെല്ലാം കണ്ടതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏറ്റവും കുറവ് വൃദ്ധസദനങ്ങളുള്ളത് മുസ്ലിമീങ്ങളുള്ള സ്ഥലങ്ങളിലാണ്. അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അതുപോലെ ഒരു പള്ളിയിലൊക്കെ പറഞ്ഞൊരു പ്രസംഗം ഏറെ കൗതുകം ജനിപ്പിച്ചു. ഒരച്ഛൻ പറയുകയാണ്, അനാഥ മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും അദ്ദേഹം സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ ഇതിന്റെ സന്ദർശനാർത്ഥം പറഞ്ഞ വൃദ്ധസദനങ്ങളും അനാഥ മന്ദിരങ്ങളും സന്ദർശിച്ചപ്പോൾ ഒരൊറ്റ വൃദ്ധസദനങ്ങളിലും അദ്ദേഹത്തിന് ഒരു മുസ്ലിമിനെ കാണാൻ കഴിഞ്ഞില്ല. ഒരു അനാഥാലയത്തിലും ഒരു മുസ്ലിം കുട്ടിയെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല എന്ന് ഒരു ക്രൈസ്തവനായ അച്ഛൻ നവമാധ്യമങ്ങളുടെ മുമ്പിൽ, അല്ല, അവരുടെ പള്ളിയിലെ ഒരു കുർബാന പ്രസംഗത്തിൽ നടത്തിയ പ്രസംഗം ഇന്ന് നവമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം ഒരുപാട് വായിച്ച് കണ്ടുകൊണ്ടിരുന്ന വിഷയമാണ് അർജുൻ. അർജുന്റെ ലോറി ഡ്രൈവറായ മനാഫ്, അയാൾ ആ കുടുംബത്തിന് ചെയ്തത്, ആ അർജുനന്റെ ബോഡി എടുക്കാൻ കൂടി ഒരു തമിഴ്നാട്ടുകാരന് വീട് വെച്ച് കൊടുത്തത്, അദ്ദേഹത്തിന്റെ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സ ഏറ്റെടുത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് പ്രചോദനമായത് മദ്രസ വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടല്ലേ. ഈ കഴിഞ്ഞിടയ്ക്ക് മൂവാറ്റുപുഴയ്ക്ക് ഏതാണ്ട് വളരെ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയെയും 2 കുട്ടികളെയും മണ്ണപ്പുറം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിന്റെ പേരിൽ ബാങ്ക് ജപ്തി ചെയ്തവരുടെ വീടിന് സീൽ വെച്ച് വീടിന് പുറത്തേക്ക് തള്ളിവിട്ടപ്പോൾ യൂസുഫ് അലി അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ ആ സ്ത്രീയുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. ആ സ്ത്രീയുടെ ലോൺ നിങ്ങൾ ക്ലോസ് ചെയ്യണം, അവരുടെ വീട്ടിലേക്ക് അവർക്ക് അവരെ പ്രവേശിപ്പിക്കണം, അവിടെ കയറി അവരെ താമസിപ്പിക്കണം, അല്ലാതെ നിങ്ങൾ വന്നു പോകരുത് എന്ന് യൂസുഫ് അലി പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദയനീയമായ ഈ കാഴ്ച ലക്ഷപ്രമുഖന്മാരും കോടീശ്വരന്മാരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യൂസുഫ് അലിക്ക് ഒരു മനസ്സ് വന്നത്, അദ്ദേഹം പറയുന്നു, എനിക്കിതിന് പ്രചോദനം നൽകിയത് ഞാൻ പഠിച്ച മദ്രസ വിദ്യാഭ്യാസമാണെന്ന്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് സമയം അവസാനിച്ചിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായാലും മദ്രസകൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ലോകത്ത് നിലനിൽക്കണം. ഈ മദ്രസ സംവിധാനത്തെ നാം സ്നേഹിക്കണം. ഇതിനെതിരെ വരുന്ന എല്ലാ നിയമങ്ങളെയും, ഇതിനെതിരെ വരുന്ന എല്ലാ കാര്യങ്ങളെയും ഒറ്റക്കെട്ടായി നമ്മൾ എതിർക്കാനും അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉന്നയിക്കാനും നമ്മുടെ ദീനിനെ സംരക്ഷിക്കാനും ബാധ്യസ്ഥരാണ് നാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനി പ്രസ്ഥാനങ്ങളെ സ്നേഹിച്ച് ദീനി കലാലയങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് മതകലാലയങ്ങളൊക്കെ ലോകത്ത് നിലനിർത്താനുള്ള എല്ലാ സഹകരണങ്ങളും എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദീനി കലാലയങ്ങൾ, മദ്രസകൾ, അതുപോലെ നമ്മുടെ ആനുകൂല്യങ്ങൾ ഒന്നിനും ഒരു കോട്ടവും വരുത്താതെ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ എല്ലാം നിലനിർത്തുമാറാകട്ടെ എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ദുആ ചെയ്യാം.